നമ്മുടെ നാട് മുഴുവനും മാരകമാകുന്ന മഴക്കെടുതി മൂലം പല പ്രയാസത്തിലാണ്. മഴയില്ലാത്ത സമയത്ത് നമ്മളൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, പഠിച്ചവനെ മഴ തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമുക്ക് മഴ ലഭിച്ചു. മഴ അധികമായി കഴിഞ്ഞാലും പ്രയാസമാണ്. കാരണം മഴ അധികരിച്ചു കഴിയുമ്പോൾ വെള്ളപ്പൊക്കങ്ങൾ കടന്നു വരുന്നു. പല വീടുകളിലും വെള്ളത്തിനടിയിലാകുന്നു, പല നാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുന്നു. മരണങ്ങൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും എന്റെ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മഴ സമയത്താണ് വയനാട് ജില്ലയിൽ ചൂരൽ മല എന്ന് പറയുന്ന മലയിലെ എന്റെ പ്രിയപ്പെട്ടവർ ഉരുൾപൊട്ടിയിട്ട് 300 കണക്കായ പേര് വിട പറഞ്ഞു പോയത് ഈ വയനാട് ജില്ലയിലാണ്. നമ്മളൊക്കെ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ പുതിയൊരു തുരങ്കപാത എന്ന് പ്രിയപ്പെട്ടവർ നിർമ്മാണിക്കുന്നുണ്ട്. അവര് കള്ളാടി തുരങ്കപാത എന്ന് പറയുന്ന ആ തുരങ്കപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ 3 പേര് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു അവരുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ കൊടുക്കുമാറാവട്ടെ, സമാധാനം നൽകിയിരിക്കുമാറാവട്ടെ. സത്യത്തില് ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടവരാണ് ഞാനും നിങ്ങളും, എല്ലാ ആളുകളും ആ വീഡിയോ കണ്ടവരാണ്. ആ മണ്ണിടിച്ചിൽ എന്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്ന സമയത്ത് ആളുകൾ അവരുടെ ജീവന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദമുണ്ടാക്കി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന രംഗങ്ങൾ നമ്മൾ ഇന്നലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടവരാണ്. അതാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. സെക്കൻഡുകൾ കൊണ്ടാണ് ആ മണ്ണ് ആ ആളുകളുടെ ശരീരത്തിലേക്ക്, ആ കെട്ടിടങ്ങളിലേക്ക്, ആ പാലത്തിന്റെ മുകളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ മേപ്പാടി ഇടിച്ചു കയറിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സെക്കൻഡ്, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരണം എന്ന് പറയുന്ന ഒരു സമയത്ത് കിടന്നു വരാം. ആ ഒരു ബിൽഡിങ്ങിൽ നിന്നൊരു സഹോദരൻ അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. ആ നോക്കാൻ വേണ്ടി പോയി സെക്കൻഡ് കൊണ്ട് ആ മണ്ണ് വന്ന സഹോദരന്റെ ദേഹത്തേക്ക് വീണിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു കൊടുക്കും. അതാണ് പ്രകൃതി ദുരന്തവും, അതാണ് മരണം എന്ന് പറയുന്നത്. അതില് നമ്മൾ തന്നെ കണ്ടൊരു കാര്യമുണ്ട്. ഒരു ഭാര്യയാണെന്ന് തോന്നുന്നു, ഒരു ഭാര്യയും ഭർത്താവും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താവ് മണ്ണിടിച്ചിൽ കണ്ടിട്ട് ഓടുകയാണ്. ആ സഹോദരിയുടെ ദേഹത്തേക്ക് ആ ടാങ്കർ ലോറിയും മണ്ണും വന്ന് അതിശക്തമായി വീഴുമ്പോഴും ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈയിന്റെ പ്രിയപ്പെട്ടവരെ വിടുന്നില്ല. അവരിന്നലെ വാർത്തയിൽ ഒന്നും പറയുന്നുണ്ട്, ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിൽ ഒരുമിച്ച്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും പ്രകൃതി ദുരന്തം എത്രത്തോളം മാരകമാണ്, ആ ഒരു പ്രകൃതി ദുരന്തം എത്രത്തോളം പ്രയാസമാണ്. ആ ഒരു തുരങ്കപാത നിർമ്മിക്കുന്ന സമയത്ത് ആ മണ്ണ് വന്ന് നേരെ എന്റെ പ്രിയപ്പെട്ടവരെ ഒലിച്ചിറങ്ങിയിട്ട് ആ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ അവരെന്റെ പ്രിയപ്പെട്ടവർ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. സെക്കൻഡുകൾ കൊണ്ടല്ലേ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവര് സംഭവിച്ചത്. ഇതിനു മുമ്പ് ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഓടിച്ച ലോറി തന്റെ ജോലി ഭാരത്തിന്റെ ഇടയിൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ലോറിയിൽ കിടന്നുറങ്ങിയതാണ്. ആ സഹോദരന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന സമയത്ത് ആ സഹോദരന്റെ ലോറിയുടെ മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണിടിച്ചിലുണ്ടായിട്ട് ആ സഹോദരൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരം എന്റെ പ്രിയപ്പെട്ടവരെ ആ വെള്ളത്തിനടിയിൽ എടുക്കാൻ കഴിഞ്ഞത്. അതാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹ് ഹൈറായ മഴ തരണേ അല്ലാഹ്, പ്രകൃതി ദുരന്തം തരണേ അല്ലാഹ്, ഞങ്ങളുടെ നാടിനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ് എന്നെപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യാൻ കഴിയണം. കാരണം ഇതെല്ലാം അല്ലാഹുവിന്റെ സബൂത്തിൽ നിന്നാണ്. നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പഠിച്ചവനെ ഹൈറായ മഴ തരണേ അല്ലാഹ്, പ്രകൃതി ദുരന്തത്തോട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, പ്രകൃതി ദുരന്തത്തെ തൊട്ട് ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ സമൂഹത്തിനെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഇന്നലെ ആ വാർത്ത കണ്ട, ആ വീഡിയോ കണ്ട, ആ മണ്ണിടിച്ചിലിന്റെ പ്രിയപ്പെട്ടവരെ സംഭവിച്ചിട്ട് ആ മണ്ണ് ആളുകളുടെ ദേഹത്തേക്ക് ആ നാഗരൂപയുമായിട്ട് വന്ന് കയറുന്ന രംഗം കണ്ടപ്പോ നമ്മൾ പലരും എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം പോലും ഇടറി കണ്ടവരാണ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ, ആ നാട്ടിൽ നീ സമാധാനം നൽകണേ റഹ്മാനെ. മരിച്ചുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിക്കുന്നവരുടെ മണ്ണ് നീ മണിയറയാക്കണേ റഹ്മാനെ. അതുകൊണ്ട് നമ്മളെ